വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. മരിച്ച 15 ഇന്ത്യക്കാരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ വിയറ്റ്നാമിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ വിവിധ വിമാനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കാനാണ് നീക്കം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനിയുമാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളികൾ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വിയറ്റ്നാമിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ വിവിധ വിമാനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനിയുമാണ് അപകടത്തിൽ മരിച്ചത്. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വിയറ്റ്നാമിലെ ഫൂക്കോക്കിന് സമീപമാണ് ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. ഹോൺമെയ് റൂട്ട് എൻഗോയ് ദ്വീപിൽ നിന്നും ആൻഡോയ് തുറമുഖത്തേക്ക് യാത്ര തിരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. യാത്ര തിരിച്ച് 400 മീറ്റർ പിന്നിട്ടതോടെയായിരുന്നു അപകടം. കടൽ പ്രക്ഷുബ്ധമായതും ശക്തമായ കാറ്റും അപകടത്തിന് കാരണമായെന്നാണ് വിവരം. ബോട്ട് തലകീഴായി മറിഞ്ഞു. സമീപത്തുണ്ടായിരുന്ന ബോട്ടുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിയത്. പിന്നാലെ അതിർത്തി രക്ഷാസേനയും നാവികസേനയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തി. ജൂലൈ 7-നാണ് തോമസും ലൊവേനിയും വിയറ്റ്നാമിലേക്ക് യാത്ര പോയത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ച ടൂർ പാക്കേജിലാണ് ഇവർ യാത്ര ചെയ്തതെന്നാണ് വിവരം. മെഡിക്കൽ വ്യാപാര രംഗത്തെ പ്രമുഖരായ വിക്ടറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറാണ് AC തോമസ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.